നമ്മളിങ്ങനെ കണ്ടിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മുകളിലായി. സംഭവം വേറൊന്നല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഞാൻ ഇന്നലെ നമ്മുടെ ലസിതയുടെ ഒരു വീഡിയോ കണ്ട് തട്ടമൊക്കെ ഇട്ടിട്ടാണ് ലസിത പാലക്കൽ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടുവരുന്നത്. വീഡിയോ ആരെ കുറിച്ചാണെന്ന് അറിയാം, നമ്മുടെ കണ്ണന്റെ ഓളില്ലേ ജസ്ന സലീമിനെ കുറിച്ചായിരുന്നു ലസിത പാലക്കൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ലസിത പാലക്കൽ കണ്ണന്റെ ഓളായ ജസ്ന സലീമിനെ കളിയാക്കുന്നത് പോലെ ആക്കിയിട്ട് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ മുഴുവനായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോയിൽ ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല, മുമ്പിപ്പോയി എന്നൊക്കെ വേണ്ടി നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്, കാണാം. ഇവളെന്താ ഇങ്ങനത്തെ കോലത്തിൽ നിന്നല്ലേ? ഇവളെന്താ ഈ ഒരു കോലത്തിലെന്ന് ഞാനൊരിക്കലും പറയൂല. കാരണം ഇവള് മുസ്ലിംസിനെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരം പോലും ഒഴിവാക്കാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾ തട്ടമിട്ട് വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇങ്ങനത്തെ ഒരു കോലത്തിലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിംസിനെ കളിയാക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും. അതെ, ഞാൻ നബീനെ കാണാൻ വരുന്നുണ്ട്. നബിനെ കാണാൻ വരുന്നുണ്ടെന്ന്? ഓ, ഹജ്ജിന് പോകാൻ വരുന്നുണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ സംഘടനയ്ക്ക് ഒരു കാര്യം അറിയില്ല എന്ന് എനിക്കിപ്പോ ഇനി ഉറപ്പായി. കാരണം വേറൊന്നല്ല, ഈ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ആളുകളെ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്ത് കയറ്റൂല, പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ചാണകങ്ങളെ. അതുകൊണ്ട് നിങ്ങളൊന്നും നബിയെ കാണാൻ പോകേണ്ട ആളല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ പറ്റിയ പണി കുംഭമേളക്ക് പോയിട്ട് അവിടെയുള്ള മലിനീകരണമായിട്ടുള്ള വെള്ളത്തിൽ കുളിച്ച് ചൊറി പിടിക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നബിയൊന്നും കാണാൻ നിങ്ങളെ പോലെയുള്ള സംഘടനമാരൊന്നും വരേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള മുസ്ലിംസ് തന്നെ പോയിട്ട് അവിടെ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തട്ടമൊക്കെ ഇട്ടുകൊണ്ട് നബിയെ കാണുവാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള മുസ്ലിംസിനൊക്കെ മനസ്സിലാവും. കളിയാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങളൊക്കെ നബിയെ കാണാൻ പോകേണ്ട ആളല്ല, ചാണക വെള്ളത്തിൽ കുളിക്കേണ്ട ആളുകളാണ്. അവരിൽ ചാണകമുണ്ട്. നിങ്ങൾക്ക് ഗുരുവായൂരില് വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കയറാം. അപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ ആരാ കയറുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജസ്ന സലീമാണ്. അപ്പൊ ഇതിനെയൊക്കെ പള്ളി കയറ്റുന്നതിന് മുൻപ് എനിക്ക് അവിടെയുള്ള പള്ളി കമ്മിറ്റിയോട് പറയാനുള്ളത്, നല്ലോണം കുളിപ്പിച്ച് ഊതിന്റെ അത്രയൊക്കെ അടിച്ചു വേണം ഇതേപോലുള്ള ആളുകളെ പള്ളി കയറ്റാൻ. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ പള്ളി മുഴുവനും ചാണകം മണക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇതൊക്കെ ചാണകത്തിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്ന ആളുകളാണ്, പിന്നെ അതേപോലെ തന്നെ ഗോമൂത്രത്തിൽ നിന്നും ഉരുണ്ട് കളിക്കുന്ന ആളുകളാണ്. അത് രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു മുയിങ്ങൊരു മണം ഉണ്ടാവും. ആ മണം ആ പള്ളിയിലൊക്കെ പരക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല ഊതിന്റെ അത്രയൊക്കെ പെരട്ടിട്ട് വേണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പള്ളി മുഴുവനും ഗോമൂത്രവും അതേപോലെ തന്നെ ചാണകവും മിക്സ് ആയിട്ടുള്ള ഒരു മണം വരാൻ സാധ്യത കൂടുതലാണ്. സാധ്യത കൂടുതലാന്നല്ല, അതാണ് സത്യം. ഇതിന്റെ അടുത്ത് പോലും പോകാൻ പറ്റൂല, നാറിയിട്ട് നിൽക്കാൻ പറ്റൂല. ചാണകം തിന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മുടെ വേർപ്പിന്റെ അകത്തോട്ട് ഈ ചാണകത്തിന്റെ സ്മെല്ല് വന്നിട്ട് വേർക്കുമ്പോൾ ചാണകമാണ് മണക്കുക. അല്ല, അതാണ് സത്യം. ചാണകം തിന്നു കഴിഞ്ഞാൽ ചാണകം തന്നെയാണ് നമ്മളെ മണക്കുക. ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഗോമൂത്രം തന്നെയാണ് നമ്മുടെ മണക്കുക. പ്രത്യേകിച്ച് വായി സംസാരിക്കുമ്പോ സഹിക്കാൻ പറ്റൂല. ഇതിന്റെ ഒക്കെ അടുത്തുനിന്ന് സംസാരിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും എമ്മാതിരി മണമായിരിക്കുന്നത്. എന്തായാലും ബാക്കി കൂടി എന്താ പറയുന്നത് കേൾക്കാം. ഞാൻ പള്ളിയിലും കയറട്ടെ, കേറാൻ ആഗ്രഹമുണ്ട്. കേറിയാൽ എന്തെങ്കിലും പ്രശ്നമാക്കുവോ? പള്ളിയിൽ കയറാലോ, മറ്റു മതസ്ഥർക്ക് കയറാൻ പറ്റിയ പള്ളി നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ പള്ളിയിലൊക്കെ കയറാം. അല്ലാതെ മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ലാത്ത പള്ളികളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ജസ്ന സലീം നിങ്ങൾ അമ്പലത്തിൽ കയറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കയറുന്നത്. അതൊന്നും മനസ്സിലാക്കണം സംഘടന വെച്ച്. നിങ്ങളെ സമുദായത്തിലുള്ള ജസ്ന സലീം നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാറ്റിക്കുന്നുണ്ട്. ജസ്ന സലീം ഗുരുവായൂരൊക്കെ കയറിയിട്ട് നാറ്റിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിടിവുകേടാണ്. അല്ലാതെ എന്താ പറയാ, ജസ്ന സലീമിന്റെ കുഴപ്പമല്ല. നിങ്ങൾക്ക് കയറാനുള്ള ഒരു അനുവാദം കൊടുത്തത് കൊണ്ടല്ലേ, മറ്റു മതസ്ഥർക്ക് കയറാനുള്ള അനുവാദം കൊടുത്തത് കൊണ്ടല്ലേ ജസ്ന സലീം കയറുന്നത്. മറ്റു മതസ്ഥർക്ക് കയറാൻ പറ്റിയ അനുവാദമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കയറാം, പള്ളിയിലും കയറാം. മനസ്സിലായോ? അതുപോലെ ഞാനും അങ്ങ് നാറ്റിച്ചാലോ? നിങ്ങളെ നാറ്റിക്കണമെന്നില്ല, നിങ്ങൾ ആ പരിസരത്ത് വന്ന് നിന്നാ മതി, നാറിക്കോളും. ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ഉമ്മച്ചിക്കുട്ടി ആയിട്ടുണ്ട്. ഇതോ ഉമ്മച്ചിക്കുട്ടിയുടെ ലുക്ക്. എനിക്ക് ഉമ്മച്ചിക്കുട്ടിയുടെ ലുക്കായിട്ടല്ല തോന്നിയത്, ഉമ്മച്ചിക്കുട്ടി അപ്പിയിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കും അങ്ങനെ തോന്നാനാ സാധ്യത ഉള്ളൂ. ഇതാണോ ഉമ്മച്ചിക്കുട്ടിയുടെ ലുക്ക്? എന്തെങ്കിലും പറയുമ്പോ ഞാനെന്താ പറയുന്നതൊന്നും ചിന്തിക്കമ്മച്ചി. അങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ, അങ്ങനെയുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നാറ്റിക്കാൻ പറ്റുക, ഞങ്ങൾക്കും നാറ്റിക്കാനൊക്കെ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മാത്രമല്ല നാറ്റിക്കാൻ പറ്റുക, നിങ്ങൾക്കാണ് ഞങ്ങളെക്കാൾ കൂടുതൽ നാറ്റിക്കാൻ പറ്റുക. കാരണം ഞങ്ങൾ എത്ര നാറ്റിച്ചു കഴിഞ്ഞാലും അവിടെ നാറാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങളൊക്കെ അവിടെ ഒന്ന് പോയി നിന്നാ മതി, ആ പരിസരം തന്നെ നാറിപ്പോ. അവരിൽ ചാണകമുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ കമന്റ് തന്നെ വിമർശിക്കാവുന്നതാണ്. കാരണം മുസ്ലിംസ് എവിടെ പോയി കഴിഞ്ഞാലും അത്തരം സെന്റൊക്കെ അടിച്ചുകൊണ്ടാണ് പോവാറ്. അവരുടെ മണം അത്ര ഉണ്ടാവില്ല. പക്ഷെ ഇവിടെയുള്ള സംഖ്യകൾ അങ്ങനെയല്ല. ഈ ചാണകം വാരിത്തുന്ന് അതേപോലെ തന്നെ മൂത്രയിച്ചിട്ട് മനേരിക്കാതെ ഒക്കെ പോയിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക മണം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കാണ് കൂടുതൽ നാറ്റിക്കാനുള്ള കഴിവുള്ളത്. മുസ്ലിംസ് നാറ്റിക്കുന്നതിനേക്കാൾ കൂടുതൽ നാറ്റിക്കുക ഇവിടെയുള്ള സംഖ്യകളും സംഖ്യണികളുമാണ്. അത് നമുക്ക് അതിൻ്റോട് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഇവരുടെ നാറ്റം ഭയങ്കര നാറ്റാണ്. നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ, ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ? എന്തുകൊണ്ടാന്ന്? ഇതെന്തുകൊണ്ടാ ഇങ്ങനെ ഇടണ്ട് വന്നെന്നറിയാവോ? അതെ, തട്ടുവിട്ട് കൊണ്ണിനെ കാണാൻ വരും. എടാ, ഞാൻ കേട്ടത് തെറ്റിപ്പോയതാണോ? ലസിത പാലക്കൽ ലാസ്റ്റ് പറഞ്ഞ വാക്ക് എന്താ പറയാൻ പറ്റൂല, ഒന്നുകൂടി കേട്ടു നോക്കാം നമുക്കത്.
കൊണ്ണിനെ കാണാൻ വരും. എനിക്ക് മനസ്സിലാവുന്നില്ല, അതെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വ്യക്തമായിട്ടൊന്ന് കേട്ടുനോക്ക്. കൊണ്ണിനെ കാണാൻ വരും. വ്യക്തമായില്ല, ഒന്നുകൂടി പറ. വ്യക്തമാക്കിയിട്ട് ഒന്ന് സ്ലോ മോഷനിൽ നമുക്ക് ഒന്ന് കേട്ടോക്കാം. കൊണ്ണിനെ എടാ, എനിക്ക് അതാണ് മനസ്സിലാവുന്നില്ല. മനസ്സിലാവേറ്റാണ്. നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലസിത പാലക്കൽ പറഞ്ഞത് എന്താണെന്നൊന്ന് ഒന്ന് എഴുതി വെക്കണേ കമന്റ് ബോക്സിൽ. സത്യമായിട്ട് തമാശ പറഞ്ഞല്ല, ഞാൻ കുറെ പ്രാവശ്യം കേട്ടോക്കി. രണ്ടെണ്ണാണ് ചാൻസ്. ഒന്ന് മറ്റേ താലുള്ള സാധനം, അല്ലെങ്കിൽ കണ്ണൻ. എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ബാക്കി കേൾക്കാം. അവിടെ ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ട്. അവിടുന്ന് കേക്ക് മുറിക്കുക, പിന്നെയുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ 2 ലൈവ് അങ്ങെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കുറവും കൂടിയാണല്ലോ ഇവിടെ. ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിൽ പോയിട്ട് ലൈവ് ഇടാൻ വേണ്ടിട്ട് എന്തായി പറയുന്ന സംഗണി അല്ലേ? സംഗണിക്ക് തന്നെ ബോധമില്ലാടാ ചില സമയത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന്. തമാശ പറയുന്നല്ല. സംഗിണി ചില സമയത്ത് പച്ച വർഗീയതപ്പും ചില സമയത്ത് മുസ്ലിംസിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ലാസ്റ്റ് ആയിട്ട് കേട്ട വാക്കുകൾ. ഏതെങ്കിലും പള്ളിയുടെ മുൻപിൽ പോയിട്ട് ലൈവ് ഇട്ടാലോ എന്ന് ചോദിച്ചത്. തമാശ പറഞ്ഞല്ല. ഇതേപോലത്തെ വർഗീയത മൂത്ത നിൽക്കുന്ന സംഘികൾക്കും സംഘിണിമാർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. മനസ്സിലാക്കാനുള്ള ചിന്താശക്തി ദ്രവിച്ചു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, കൊണ്ട് ആഗ്രഹം. അപ്പൊ നിങ്ങള് അനുഗ്രഹിക്കണം, പുരുഷു അനുഗ്രഹിക്കണം. എല്ലാവരും ഒന്ന് ലസിത പാലക്കലിനെ അനുഗ്രഹിച്ചു കൊടുക്കുക. കാരണം വേറൊന്നല്ല, ലസിത പാലക്കലിന് ഏതെങ്കിലും ഒരു പള്ളിയുടെ മുൻപിൽ പോയിട്ട് ലൈവ് ഇടണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കണ്ടേ? പക്ഷെ കുളിക്കണം. നല്ല ഊതിന്റെ അത്രയൊക്കെ പേർട്ടിക്കാനാലേ പള്ളിയുടെ പരിസരത്തോട്ട് കേട്ടുള്ളൂ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ജസ്ന അനുഗ്രഹിക്കണം. നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. മഞ്ഞൾ പോലത്തെ ഡയലോഗ് ആണല്ലോ നമ്മുടെ ലസിത പാലക്കൽ പറയുന്നത്. തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിച്ചറിഞ്ഞ്. ഇതേപോലത്തെ കോമഡിയും ഒക്കെ നടക്കുന്ന ആളുകളെ നമുക്ക് വേറൊന്നും കാണാൻ പറ്റൂല. ഈ സംഘികളുടെ കൂട്ടത്തിലും ഉണ്ടാവും. തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിച്ച് കളയുന്ന സംഘിണിമാരൊക്കെ. എന്തായാലും നമുക്ക് നിർത്തിക്കളയാം. നമ്മൾ ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടും. അതുകൊണ്ട് അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എനിക്ക് പറയാനില്ല. ഇതേപോലെയുള്ള ചാണകങ്ങളെയൊക്കെ കീറിപ്പറിക്കാവുന്ന അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിടൂല. അപ്പൊ ഇതിൽ നല്ല വീട്ടിൽ നമുക്ക് വീട് കാണാം. ലൈക്ക് അടിക്കുക. ബൈ.